ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയും സ്തോത്രത്തോടെയും ഒരു തവണ കൂടെ അടുത്തു വരുവാൻ സ്വർഗം നമുക്ക് ഒരുക്കി തന്ന ഈ വിലയേറിയ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവവചന പഠനത്തിനായി തുറന്നുള്ള സമയം നമ്മൾ വേർതിരിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളാണ് പ്രധാനമായും ചിന്തിച്ചത്. അതിലെ ചില വാക്കുകൾ നമ്മുടെ പഠനത്തിന് വേണ്ടി പ്രത്യേകമായി നമ്മൾ ഉദ്ധരിക്കുകയും കൂടുതലായി അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. ഇന്ന് 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ 6-ാം വാക്യം എന്ന് പറയുമ്പോൾ തന്നെ ഇംഗ്ലീഷ് വേർഷൻ ഉപയോഗിക്കുന്നവരുടെ ബൈബിളിൽ ചില വാക്യങ്ങൾ ചിലപ്പോ ക്രമം മാറിയായിരിക്കും നിലകൊള്ളുന്നത്. എന്നാൽ മലയാളത്തിൽ ഉദ്ദേശിക്കുന്ന ആശയത്തിന്റെ ഇംഗ്ലീഷ് വാക്യം നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. ഫിലിപ്പിയർ 1-ന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു: ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ചില ദൈവദാസന്മാരോട് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്നൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ പറയുമ്പോൾ, ദൈവമക്കളോട് പറയുമ്പോൾ അവർ പറയാറുണ്ട്, എന്നും പ്രാർത്ഥനയിൽ ഓർക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല, പക്ഷെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിനകത്തൊരു കള്ളം പറഞ്ഞതുമില്ല, എന്നാൽ ഒരു മുൻകൂർ ജാമ്യം കൂടെയാണ്. ഓർക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു മുൻകൂർ ജാമ്യം കൂടെ എടുക്കുകയാണ്. അപ്പൊ ഓർത്തില്ലെങ്കിലോ പ്രാർത്ഥിക്കണ്ടല്ലോ എന്നും കൂടെ അതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ചിലരെ നമുക്ക് മറക്കാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ചില നിർണായക വേളകളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, നമ്മെ സഹായിച്ചവർ, കൈത്താങ്ങിയവർ, ചില വേളകളിൽ നിർണായകമായ ചില വാക്കുകൾ കൊണ്ട് നമ്മെ ധൈര്യപ്പെടുത്തിയവർ, ആശ്വസിപ്പിച്ചവർ എല്ലാം അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ചിടത്ത് അങ്ങനല്ല, കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകണമെന്ന് നമ്മെ പ്രചോദിപ്പിച്ചവർ, അങ്ങനെയുള്ളവരെ നമുക്ക് മറക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ തന്നെ മറക്കാൻ പറ്റാത്ത വേറെയും ചിലരുണ്ട്. ആഴമായ മുറിവേൽപ്പിച്ചിട്ടുള്ളവർ, മറക്കാനാകാത്ത വേദനകൾ നൽകിയിട്ടുള്ളവർ, അവരെയും മറക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവമക്കൾ മുറിവുകളെ, വേദനകളെ ദൈവകൃപയിൽ ആശ്രയിച്ച് മറക്കുകയും കർത്താവിന്റെ കൃപയാലുള്ള ഉള്ളിലെ സൗഖ്യം, ആത്മാവിലെ മനസ്സിന്റെ മുറിവുകളെ ഉണക്കുന്ന ദൈവത്തിന്റെ സൗഖ്യത്തിൽ ആശ്രയിക്കുകയും വേണം. അത് നമ്മെ ഒരിക്കലും ഭരിക്കുവാനായിട്ട് പാടില്ല. അതിന്മേൽ നാം കൃപയിൽ ആശ്രയിച്ച് ജയം വരിക്കുന്നവരായിരിക്കണം. എത്ര ആഴമായ കഠിനമായ മുറിവാണെങ്കിലും അതിന് സൗഖ്യം തരാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ജീവിതത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഫിലിപ്പിയരെ കുറിച്ച് പറയുന്നത് സുവിശേഷ ഘോഷണത്തിൽ അവർ കൂട്ടായ്മ കാണിച്ചതിന്റെ അത് നിമിത്തമുള്ള ഓർമ്മയാണ്. അദ്ദേഹം അവിടെ ആയിരുന്നപ്പോൾ മാത്രമല്ല, ആ പ്രദേശത്ത് സുവിശേഷീകരണത്തിന് വേണ്ടി, അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെന്ന് സഭാസ്ഥാപന ശുശ്രൂഷയിലൊക്കെ ആയിരുന്ന സമയത്ത് മാത്രമല്ല, അവിടെ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോഴും യെരുശലേമിലെ സഭയ്ക്ക് സഹായം കൊടുത്തു വിടുക, പൗലോസ് അപ്പോസ്തലൻ ആയിരിക്കുന്ന ഇടത്ത് പ്രത്യേകിച്ച് പുതിയ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഉണ്ടാകാതിരിക്കണം എന്ന ആഗ്രഹത്തോടെ തങ്ങൾ ഞെരുക്കത്തിലിരിക്കുമ്പോഴും അവർ പൗലോസിനെ സഹായിക്കുവാനായിട്ട് പലരുടെയും കൈവശം സാമ്പത്തിക നന്മകൾ കൊടുത്തുവിട്ടു. അങ്ങനെ അവരിലൂടെ വെളിപ്പെട്ട ദൈവ സ്നേഹം നിമിത്തം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞെന്നാണ് എന്റെ ഓർമ്മ. മലയാളത്തിൽ സ്തോത്രം എന്നും സ്തുതി എന്നും രണ്ട് വാക്കുകൾ മലയാളം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും രണ്ടർത്ഥമാണ്. രണ്ടും ഒരേ അർത്ഥമായിട്ട് പലരും ചിന്തിക്കാറുണ്ട്. സ്തുതി എന്നാൽ പ്രൈസ് എന്നാണ് അർത്ഥം, പുകഴ്ത്തുക, പ്രൈസ് ചെയ്യുക, സ്തുതിക്കുക. എന്നാൽ സ്തോത്രം എന്നതിന്റെ അർത്ഥം താങ്ക്സ് ഗിവിംഗ് എന്നാണ്. ഗീവ് താങ്ക്സ്, അതാണ് സ്തോത്രം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ പഴയ ക്ലാസിക്കൽ മലയാളത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച പദപ്രയോഗമാണ് കൃതജ്ഞത അർപ്പിക്കുക, നന്ദി അർപ്പിക്കുക. അപ്പൊ സ്തോത്രം എന്ന ബൈബിളിൽ, മലയാളം ബൈബിളിൽ കാണുന്ന പദം കാണുമ്പോൾ
ഗീവ് താങ്ക്സ് ടു ദ ലോഡ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, ഗീവ് താങ്ക്സ് ടു ദ ലോഡ്. ആമേൻ. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ ആ, ഇവരെ ഓർക്കുമ്പോഴൊക്കെയും ആർക്ക് സ്തോത്രം ചെയ്യുന്നു? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ചില വേളകളിൽ നമുക്ക് ചിലരോട് ചിലപ്പോ വിഷമം ഉണ്ടാകാം, വേദന ഉണ്ടാകാം. അവരുടെ വാക്കുകളോ ഇടപെടലുകളോ പ്രവൃത്തികളോ ഒക്കെ ചിലപ്പോൾ നമ്മളെ എപ്പോഴും എല്ലാവരെയും പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാനും സംസാരിക്കാനും ഒന്നും ആർക്കും പറ്റത്തില്ല. നമ്മൾ മനുഷ്യരാണല്ലോ. ഈ മനുഷ്യരാണെന്ന് പറയുമ്പോഴേക്കും അതിനെ ഒരു ബലഹീനതയായും മുതലെടുക്കുകയാണെന്ന് അല്ല, നമ്മൾ അതിനെ അതിജീവിക്കണം. പക്ഷെ എല്ലായ്പ്പോഴും അതിന് കഴിയണമെന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളവരെ മറക്കരുത്. ഞാന് യാക്കോബിന്റെ അനുഭവം പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളൊരു കാര്യമുണ്ട്. ലൂസ് എന്ന സ്ഥലത്ത് യാക്കോബ് എത്തി. അവിടെ രാത്രി കിടന്നുറങ്ങി. കയ്യിൽ ഒരു വടിയും പിടിച്ചുകൊണ്ടാണ് ഓടുന്നത് എന്നാണ് താൻ തിരിച്ചു വരുമ്പോൾ ദൈവത്തോട് പറയുന്നത്, ഞാൻ ഒരു വടിയുമായിട്ട് ഈ യോർദാൻ കടന്ന് ഇപ്പോൾ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ. അപ്പോ കയ്യിൽ ഒരു വടി, പിന്നെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നു എന്ന് തെളിവുണ്ട്. കാരണം 28-ാം അധ്യായത്തിൽ അദ്ദേഹം തലയണയായി വച്ചിരുന്ന കല്ലിനെ എടുത്ത് നിവർത്ത് നിർത്തി അതിൽ എണ്ണയൊഴിച്ചു. ഇത് ദൈവത്തിന് ആലയമായിരിക്കുമെന്ന് അദ്ദേഹം പ്രോമിസ് ചെയ്യുന്ന, ദൈവത്തിന് വാക്കു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ കയ്യിൽ കുറച്ച് എണ്ണയും ഉണ്ടായിരുന്നു. എണ്ണ അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഔഷധമായി കൂടെയാണ്. മുറിവിന് ഒക്കെ പുരട്ടാനുള്ള മരുന്നായി കൂടെ എണ്ണ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ആ എണ്ണയെ യാക്കോബ് അവിടെ അഭിഷേകം ചെയ്യാനുള്ള എണ്ണയാക്കി ഉപയോഗിക്കുകയാണ്. എനിവേ, ആ രാത്രി യാക്കോബ് കിടന്നുറങ്ങിയപ്പോ തനിക്ക് സമീപത്ത് ആരുമില്ല. മാതാപിതാക്കളിൽ ആദ്യമായിട്ടാണ് മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് അകന്നിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും ആ രംഗമൊക്കെ വായിക്കുമ്പോൾ യാക്കോബ് ഒരു ടീനേജുകാരനോ ഒരു 20s 30s ഉള്ള വ്യക്തിയായിട്ടൊക്കെയാണ് നമുക്ക് ചിന്ത വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് 60 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു സമയമാണ് അതെന്ന് ബൈബിളിലെ നമ്മൾ അദ്ദേഹത്തിന്റെ പിന്നീട് അദ്ദേഹത്തിന് മക്കൾ ഉണ്ടായതും മരണസമയത്തെ അദ്ദേഹത്തിന്റെ പ്രായം പറയുന്നതും ഒക്കെ കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. എനിവേ, അന്നത്തെ കാലത്ത് ആയുസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്ന സമയത്ത് അതൊന്നും ഒരു വലിയ പ്രായമല്ല, യൗവനം തന്നെയാണ്. എന്നാൽ ആ സമയത്ത് തന്റെ മാതാപിതാക്കളിൽ നിന്ന്, അതുവരെ വളർന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, പ്രദേശത്തു നിന്നൊക്കെ ഒറ്റപ്പെട്ട് ഓടിപ്പോവുകയാണ്. ഇവിടെ കൂട്ടിനായി ആരുമില്ല, സഹായത്തിനായി ആരുമില്ല. അതൊരു വനമോ മരുഭൂമി പോലുള്ള സ്ഥലമോ ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള ലൂസ് എന്ന സ്ഥലത്ത് അദ്ദേഹം എത്തി. ആ വഴി യാത്രയിൽ മുന്നോട്ട് പോകാൻ തനിക്കിനി കഴിയാതെ സൂര്യൻ അസ്തമിച്ചു, ഇരുട്ട് പരന്നു. അദ്ദേഹം അവിടെ കിടന്നുറങ്ങുമ്പോൾ നേരത്തെ അവിടെ ചെന്നപ്പോൾ അരണ്ട വെളിച്ചത്തിൽ കണ്ടതാണോ എന്ന് അറിയത്തില്ല, അതോ തപ്പിപ്പിടിച്ചെടുത്തു വെച്ചതാണോ എന്ന് അറിയത്തില്ല, തലയിണയായി ഒരു കല്ലെടുത്തു വെച്ചു. ഒരു രാത്രി മാത്രം തനിക്ക് വിശ്രമിക്കാൻ, തല ചായ്ക്കാൻ ഇടം കൊടുത്ത കല്ലിനെ പിറ്റേ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഉപേക്ഷിച്ചു പോയില്ല. തന്റെ ആത്മീയ ജീവിതത്തിന്റെ വലിയൊരു ട്രാൻസ്ഫോർമേഷന്റെ വലിയൊരു മൈൽ സ്റ്റോൺ ആയി മാറിയ ആ കല്ലിനെ അദ്ദേഹം എടുത്ത് നിവർത്തി നിർത്തി അതിൽ എണ്ണ ഒഴിച്ചിട്ട് പറയുകയാണ്, ഇവിടം ദൈവത്തിന് ആലയമായിരിക്കും. ബേഥേൽ, ഇത് ബേഥേലാകുന്നു, ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ ആലയമാകുന്നു. ആമേൻ, ആമേൻ എന്ന് പറഞ്ഞ കല്ലിനെ മറക്കാതിരിക്കുന്നത് കാണാം. നിർജീവ വസ്തുവാണ്, പക്ഷേ അതിനെപ്പോലും മറക്കാതിരിക്കുന്ന മാതൃക നമ്മുടെ മുന്നിലുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിത വേളകളിൽ, യാത്രകളിൽ ഒരു പാനപാത്രം വെള്ളം കുടിക്കാൻ തന്നവരായിരിക്കാം. മറക്കരുത്, നന്ദിയുണ്ടാകണം. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ അന്ത്യകാലത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്ന കൂട്ടത്തിൽ ഒരു പദപ്രയോഗം, എനിക്കൊന്ന് ആദ്യം തന്നെ പറയുന്ന ഒരു പദപ്രയോഗമാണ്, മനുഷ്യർ നന്ദി കെട്ടവരായിരിക്കും, കൃതജ്ഞതയില്ലാത്തവരായിരിക്കും. ഹല്ലേലൂയ. എത്ര പെട്ടെന്നാണ് മനുഷ്യർ ഉപകാരങ്ങൾ മറന്നു പോകുന്നത്, അല്ലെ? എത്ര നന്മകൾ ചെയ്തവരെയും ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട്, ഒറ്റ സംഭവം കൊണ്ട്, ഒറ്റ വാക്കുകൊണ്ട് മറന്ന് അവരെ മുറിപ്പെടുത്തുന്ന പ്രതികരണം നടത്തുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ നാം അങ്ങനെ ആകരുത്. നന്ദിയുള്ളവരായിരിക്കണം, ദൈവത്തിന് നന്ദി അർപ്പിക്കണം. നമുക്ക് വേണ്ടി സഹായം ചെയ്തവർ, നമ്മെ ഓർത്ത് പ്രാർത്ഥിച്ചവർ, അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ.
നമുക്ക് ഐ മീൻ മറ്റുള്ളവരെ ഓർക്കുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ തിരിച്ചും ഒന്ന് ഒന്ന് തിരിച്ചും കൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. തിരിച്ചെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ, സ്തോത്രം ചെയ്യാൻ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ, ബാക്കി വെക്കുന്നുണ്ടോ എന്നുള്ളത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഡു അതേഴ്സ് താങ്ക് ഗോഡ് വെനെവർ ദേ റിമെമ്പർ യു. ഹല്ലേലൂയ. അതോ നമ്മളെ കുറിച്ച് ഓർക്കുമ്പോ അയ്യോ ഈ വ്യക്തിയെ ഇനി ഓർക്കാതിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നാണോ പറയുന്നത്? അതോ ആമേൻ ആ ദൈവദാസൻ, ആ സഹോദരി എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ കണ്ടപ്പോ ഒരു ആശ്വാസവാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു ധൈര്യപ്പെടുത്തൽ നൽകിയിട്ടുണ്ട്, എന്റെ ആവശ്യ നേരത്ത് കൈത്താങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും സഹായിക്കാനൊന്നും കഴിയണമെന്നില്ല. ചിലർക്ക് ചില വേളകളിൽ ധനം കൊണ്ട് സഹായിക്കാൻ കഴിയും. പ്രൈസ് ലോർഡ്. ദൈവം നമുക്ക് തന്ന ഭൗതിക ധനം കൊണ്ട് നിത്യ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളാനാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത്. നിത്യതയിലും സ്നേഹിതന്മാരെ സമ്പാദിച്ചു കൊള്ളാനുള്ള ഒരു ഉപാധി കൂടെയാണ് കയ്യിൽ കർത്താവ് തന്നിരിക്കുന്ന ധനം എന്ന് മറക്കരുത്. പ്രൈസ് ലോർഡ്. എങ്ങനെയാണ് നിത്യ സ്നേഹിതന്മാരെ സമ്പാദിക്കുന്നതെന്ന് യേശു പറഞ്ഞ ആ ഉപമ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. എനിവേ, ഞാൻ അവിടെ വിട്ട് മുന്നോട്ട് പോവുകയാണ്. മറ്റുള്ളവർ നമ്മെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന പിക്ചർ എന്താണ്? നമ്മൾ ഇടപെട്ടിട്ടുള്ളവർ, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അയൽക്കാര് നമ്മളെ കാണുമ്പോൾ, നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരേത് ദൈവത്തെ സേവിക്കുന്നവരുമായിക്കൊള്ളട്ടെ, അവരുടെ ഹൃദയത്തിനകത്ത് ആ മനുഷ്യൻ നന്നായിരിക്കട്ടെ, ആ സഹോദരി അല്ലെങ്കിൽ ആ സ്ത്രീ അഭിവൃദ്ധി ഉണ്ടാകട്ടെ, അവരുടെ തലമുറയൊക്കെ നന്നായിരിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പറയുമോ എന്ന് നമുക്കൊന്ന് സ്വയം ചിന്തിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ്. 7-ാമത്തെ വാക്യം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട്. പ്രൈസ് ലോർഡ്. യു ആർ ഇൻ മൈ ഹാർട്ട്. അതാ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്ന പ്രധാന കാര്യം. യു ആർ ഇൻ മൈ ഹാർട്ട്. നിങ്ങൾ എന്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് പറയുകയാണ്. പ്രൈസ് ലോർഡ്. എന്താ കാരണം? നിങ്ങൾ എന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ കാരണം ബിക്കോസ് യു ആർ പാർട്ടേക്കേഴ്സ് ഓഫ് മൈ ഗ്രേസ്. എന്റെ കൃപയിൽ നിങ്ങൾ കൂട്ടാളികളാണ്. പ്രൈസ് ലോർഡ്. എന്താ ഇവിടെ പറയുന്ന കൃപയിൽ എനിക്ക് കൂട്ടാളികൾ എന്ന് പറഞ്ഞിരിക്കുന്ന കാരണം എന്താണ്? പൗലോസ് അപ്പോസ്തലന് ലഭിച്ച കൃപയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? ജാതികളോടുള്ള സുവിശേഷീകരണം. പ്രൈസ് ഗോഡ്. ഷെയറിംഗ് ഗോസ്പൽ ടു ദ നേഷൻസ് ഓർ ടു ദ ജെന്റൈൽസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേഷൻസ് രണ്ടായി വേദപുസ്തകത്തിൽ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. നേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ദ നേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ജനതയെയും, നേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനു പുറത്തുള്ള മറ്റെല്ലാ ജാതികളെയും ജനതയെയുമാണ്. പുതിയ നിയമത്തിൽ ഗ്രീക്കിൽ ജെന്റൈൽസ്, പുറജാതി എന്നൊരു പദപ്രയോഗം, മലയാളത്തിൽ അത്ര സുഖമുള്ള ഒരു പദമല്ല ഈ പുറജാതി എന്ന് പറയുന്നത് കൊണ്ട്. അപ്പോ അതൊരു സുഖമില്ലാത്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, യഹൂദന്മാരല്ലാത്ത മറ്റെല്ലാവരും എന്നുള്ളതാണ്. മറ്റ് ഈ ജാതി എന്നുള്ള ഒരു വാക്ക് ഇന്ത്യൻ ഓറിയന്റൽ കൾച്ചറിൽ എന്താ പറയുക, നമ്മുടെ പൗരസ്ത്യ കിഴക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ജാതി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉച്ചനീചത്വങ്ങളാണ് ചിന്തയിലേക്ക് വരുന്നത്. കാരണം ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ പഞ്ചമൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രധാനമായിട്ടും 4 ജാതികളായും അതിനും താഴെ 5-ാമത്തെ ജാതി, ഉപജാതി ഒക്കെ ആയിട്ട് ആയിരക്കണക്കിന് ജാതികളായിട്ട് തിരിച്ച് ഒരു കാലത്ത് സമൂഹം അങ്ങനെ വേർതിരിച്ച് ചിന്തിക്കുകയും അതിന് ഉച്ചനീചത്വങ്ങൾ, ഉയർച്ചയും താഴ്ചയും, ഉയർന്ന ജാതിക്കാരൻ, താഴ്ന്ന ജാതിക്കാരൻ, തൊട്ടുകൂടാൻ എന്തോ അയിത്തവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും പലയിടത്തും മാറിയിട്ടില്ല, പലയിടത്തും പുറത്തു മാറിയെങ്കിലും പലരുടെയും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. പ്രൈസ് ലോർഡ്. ഓക്കെ, രക്ഷിക്കപ്പെട്ടവരുടെ ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് വിടാം. ദൈവസഭയ്ക്കകത്ത് പോലും പലരുടെയും ഉള്ളിൽ നിന്ന് ഇത് മാറിയിട്ടില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്ന കാര്യമാണ്. തലമുറകൾ മുന്നോട്ട് പോകുമ്പോഴെങ്കിലും മാറ്റങ്ങൾ വരട്ടെ. പ്രത്യേകിച്ച് നാട് വിട്ട് ഈ മറ്റ് ദേശങ്ങളിലേക്കൊക്കെ കുടിയേറുകയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് പിന്നെയും അതൊക്കെ വെച്ചുകൊണ്ടിരിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ,
ഞാൻ ആ വിഷയം വിട്ട് തിരിച്ചു വരികയാണ്. അപ്പോ ഈ ജാതി എന്നുള്ള വാക്ക് നമ്മളെ വ്യത്യസ്തമായ ഒരു പിക്ചറാണ് നമുക്ക് നൽകുന്നത്. നമ്മളൊരു ആ കൾച്ചറിൽ നമ്മൾ വളർന്നവരായതുകൊണ്ട്, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കുള്ളതുകൊണ്ട്. പക്ഷെ ബൈബിളിൽ ഞാൻ പറഞ്ഞതുപോലെ ജാതികൾ ദൈവത്തെ സ്തുതിക്കട്ടെ, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം ഓൾ നേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ജെന്റൈൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ്, അല്ലെങ്കിൽ ഗ്രീക്സ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഈ പറയുന്ന ബ്രാഹ്മണനും വൈശ്യനും ക്ഷത്രിയനും ശൂദ്രനും അങ്ങനെയുള്ള ജാതി അല്ല ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലന് യഹൂദ ജാതിക്ക്, യഹൂദ ജനതയ്ക്ക് പുറത്തുള്ളവരോടുള്ള സുവിശേഷ ഘോഷണമാണ് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ കൃപ. ഞാൻ ഉദ്ദേശിച്ചത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ല, മിനിസ്ട്രി സംബന്ധമായ കൃപയെ കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ലഭിച്ച ഏറ്റവും വലിയ കൃപ യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ, ദൈവത്തെ അറിയാൻ ദൈവം കൊടുത്ത കൃപയാണ് ഏറ്റവും വലിയ കൃപ. അത് പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് രക്ഷിക്കപ്പെടാൻ ലഭിച്ച കൃപയാണ് ഏറ്റവും വലിയ കൃപ, പേഴ്സണൽ. എന്നാൽ മിനിസ്ട്രി സംബന്ധമായി, ശുശ്രൂഷ സംബന്ധമായിട്ട് പത്രോസ് അപ്പോസ്തലന് യഹൂദന്മാരുടെ ഇടയിലെ ശുശ്രൂഷ എന്നതുപോലെ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് യഹൂദ ജനതയ്ക്ക് പുറത്തുള്ളവരെ, ജാതികളോടുള്ള സുവിശേഷ ഘോഷണം ആണ് പൗലോസ് അപ്പോസ്തലൻ ലഭിച്ച ശുശ്രൂഷയിലെ ഏറ്റവും വലിയ കൃപ. അപ്പൊ നിങ്ങൾ ചോദിക്കും, കൃപാവരങ്ങളോ? വെളിപ്പാട്, പിന്നെ ആഴമായ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്ന വെളിപ്പാടുകളുടെ ആധിക്യം തനിക്കുണ്ടായിരുന്നു. അത് നിമിത്തം നിഗളിച്ചു പോകുമോ? നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം തന്നെ ഒരു ശൂലം നൽകി എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ വെളിപ്പാടുകളുടെ ആധിക്യം. പിന്നെ പൗലോസ് അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുന്നതിന് മുൻപ് പ്രവാചകൻ എന്നായിരുന്നു അറിയപ്പെട്ടത്. അപ്പോസ്തലരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. 1-ാമത്തെയും 2-ാമത്തെയും വാക്യം. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ, പിന്നെ ശൗൽ എന്നീ പ്രവാചകന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. ആദ്യം അപ്പോസ്തലൻ എന്ന ആ പൊസിഷനിലേക്ക് ദൈവം ഉയർത്തുന്നതിന് മുൻപ് താൻ അറിയപ്പെട്ടത് പ്രവാചകനായിട്ടായിരുന്നു, പ്രോഫറ്റ് ആയിട്ടായിരുന്നു. എനിവേ, അപ്പോ അദ്ദേഹത്തിന് പ്രവചനപരം, ശക്തമായ പ്രവചനപരം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ നിങ്ങളെക്കാൾ അധികം അന്യഭാഷകളിൽ സംസാരിക്കുന്നു. രണ്ടു വിധത്തിലും ആ വാക്ക് നമുക്ക് എടുക്കാം. കൂടുതൽ സമയം അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്നുള്ള ആശയത്തിലും അത് ചിന്തിക്കാം. അതിലുപരി പല ഭാഷകളിൽ അദ്ദേഹത്തിന്, താൻ പഠിച്ച ഭാഷ മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ പഠിച്ചത് തന്നെ തനിക്ക് ഹീബ്രുവിൽ സംസാരിക്കാനും പ്രസംഗിക്കാനുമുള്ള പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. അക്കാലത്ത് എബ്രായ ഭാഷയിൽ സംസാരിക്കാൻ, പ്രസംഗിക്കാൻ, എഴുതാനുള്ള കഴിവുണ്ടായിരിക്കുന്നത് അത്രയും സ്കോളേഴ്സ് ആയിട്ടുള്ള ജ്യൂസിന് മാത്രമേ, സ്ക്രൈബ്സിനെ പോലുള്ള, പരീശന്മാരെ പോലുള്ളവർക്ക് മാത്രം കഴിവുണ്ടായിരുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ബേസിക് സ്റ്റഡി അവർക്ക് മാത്രമാണ് കിട്ടിയിരുന്നത്, എബ്രായ ഭാഷ. കാരണം അത് അവരുടെ അന്നത്തെ കോമൺ ഭാഷ അല്ലായിരുന്നു. അരമായിക്കായിരുന്നു അവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്, സംസാര ഭാഷയായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അതിന് ലിപി ഇല്ലായിരുന്നു. അപ്പോ എനിവേ, ലിപി ഇല്ലായിരുന്നു, ഭാഗികമായ ലിപികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഈ എബ്രായ ഭാഷ, പിന്നെ ഞാൻ പറഞ്ഞതിൽ അരമായിക്ക്, അവരുടെ കോമൺ, പലസ്തീനിലുള്ള യഹൂദന്മാരുടെ കോമൺ ഭാഷയായിരുന്ന യേശു ഉൾപ്പെടെ സംസാരിച്ച അരാമിയ ഭാഷ. അതുകൂടാതെ ഗ്രീക്കിൽ ആണ് അദ്ദേഹം ഈ ലേഖനങ്ങൾ മുഴുവൻ എഴുതിയത്. അദ്ദേഹം ടർസസിൽ ജനിച്ചു വളർന്ന റോമൻ പൗരത്വമുള്ള ഗ്രീക്ക് ഭാഷാ പണ്ഡിതൻ കൂടെയായ ഒരു വ്യക്തിയാണ്. മാത്രമല്ല, അദ്ദേഹം ചെന്ന ഇടങ്ങളിലെ സാഹിത്യ പുസ്തകങ്ങളിൽ തനിക്ക് അറിവുണ്ടായിരുന്നു. തീത്തോസിനെ ക്രേത്ത ദ്വീപിൽ ശുശ്രൂഷയ്ക്കായിട്ട് ആക്കിയിട്ട് പോന്നിട്ട് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, അവിടെയുള്ള അവരുടെ വിദ്വാൻമാരിൽ ഒരാൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു കാവ്യ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഇങ്ങനെയുള്ള പല ഭാഷകൾ ഈ ഭൂമിയിൽ പഠിച്ച് നേടിയ അറിവ് കൂടാതെ അദ്ദേഹത്തിന് കൃപാവരങ്ങളായ ഭാഷകൾ, പല ഭാഷകൾ ദൈവം നൽകിയിരുന്നു. ഞാൻ ഓർപ്പിച്ചത് പ്രവചനവരം, പിന്നെ അപ്പോസ്തലിക ശുശ്രൂഷ, ഇതുപോലുള്ള ഭാഷാവരം. പിന്നെ അദ്ദേഹം ശാസിച്ചു ഭൂതങ്ങൾ വിട്ടുപോയി. അപ്പൊ ഭൂതങ്ങളുടെ മേലുള്ള അധികാരം, വെളിച്ചപ്പാടത്തിയൊക്കെ സ്വതന്ത്രമാക്കിയ അധികാരം ഉപയോഗിച്ചു. ഭൂതങ്ങളുടെ മേലുള്ള അധികാരം. മുടന്തനെ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് നടക്കുന്നു. വീര്യപ്രവൃത്തികളുടെ വരം. പിന്നെ മരിച്ചവർ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള ശക്തമായ കൃപാവരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അതിലെല്ലാം ഉപരി, അതിന്റെ എല്ലാം മുകളിൽ ദൈവം അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ പ്രധാനമായും അദ്ദേഹത്തിന് നൽകിയ കൃപ ജാതികളോടുള്ള സുവിശേഷ ഘോഷണമാണ്. കാരണം അതുകൊണ്ട് ആയിരക്കണക്കിന് ജീവിതങ്ങൾ രക്ഷിക്കപ്പെട്ടു. യൂറോപ്പിൽ ആദ്യമായി സുവിശേഷം എത്താൻ മുഖാന്തരം പൗലോസ് അപ്പോസ്തലനാണ്. ആ ശുശ്രൂഷ എനിക്ക് കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അവിടെ അദ്ദേഹം ചെല്ലുമ്പോൾ ഈ ജാതികളോടുള്ള സുവിശേഷ ഘോഷണം തന്റെ പ്രധാന ശുശ്രൂഷ ആയിരിക്കുമ്പോൾ എല്ലാവരും അത് ഉൾക്കൊണ്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ പത്രോസ് അപ്പോസ്തലൻ ഉൾപ്പെടെ കുറെ കാലത്തേക്കെങ്കിലും
യേശു പറഞ്ഞു എല്ലാ രാജ്യങ്ങളോടും എല്ലാ ജാതികളോടും സുവിശേഷം അറിയിച്ച് ശിഷ്യരാക്കിക്കൊള്ളാൻ കർത്താവ് പറഞ്ഞു. സ്നാനം കൽപ്പിച്ചതൊക്കെയും യേശു കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ ഉപദേശിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടും അത് കേട്ടിട്ടും പിന്നെയും പത്രോസ് അപ്പോസ്തലൻ ഉൾപ്പെടെയുള്ളവർക്ക് യഹൂദന്മാർക്ക് പുറത്ത് ഉള്ളവർ വിശ്വാസത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് ഒരു പൂർണ്ണമായ ഉറപ്പ് ഇല്ലായിരുന്നു. കൊർന്നേലിയസിന്റെ ഭവനത്തിലൊക്കെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ പത്രോസിന് ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ ദൈവം അവന്റെ മേൽ പകർന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു സംശയം അല്പസമയത്തേക്ക് മാറി. പിന്നെയും യഹൂദന്മാർ വന്ന് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം വീണ്ടും ഒന്ന് കുലുങ്ങിയത് നമുക്ക് കാണാം. പൗലോസ് അപ്പോസ്തലൻ അതിന് നിമിത്തം പത്രോസിനോട് എതിർത്തു എന്നൊക്കെ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. എനിവേ, ഈ പത്രോസ് യഹൂദന്മാരുടെ ഇടയിൽ പ്രധാനമായും ശുശ്രൂഷിച്ചപ്പോൾ ഈ ജാതികളുടെ ഇടയിൽ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം അറിയിക്കുന്നത് തന്റെ പ്രധാന ദൗത്യമായി മനസ്സിലാക്കി അത് ചെയ്യുമ്പോൾ പല യഹൂദന്മാരും ഉൾക്കൊണ്ടില്ല. പലരും വിശ്വാസത്തിൽ വന്നിട്ടും ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ അവരെ തങ്ങളുടെ കൂട്ടായ്മയിൽ കൂടെ ചേർത്ത് കൊണ്ടുപോകാനോ തയ്യാറാകാതിരിക്കുമ്പോൾ ഈ ഫിലിപ്പ്യ സഭയിലുള്ള ദൈവജനം അതിന് പിന്തുണച്ചു കൂടെ നിന്നു. അങ്ങനെ അവിടെ ജാതികളിൽ നിന്നും പലരും വിശ്വാസത്തിൽ വന്ന് അവരോടുകൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കാനും സേവിക്കാനും മുഖാന്തരമായി തീർന്നു എന്ന ആശയത്തിലാണ് കൃപയിൽ എനിക്ക് നിങ്ങൾ കൂട്ടാളികളായി എന്ന് പറയുന്നത്. പലരും അകന്നു നിന്നപ്പോൾ തന്റെ മേലുള്ള വിളിയും നിയോഗവും തിരിച്ചറിഞ്ഞ് കൂടെ നിന്ന സഭകളിൽ ഒന്നാണ് ഫിലിപ്പിയ സഭ. ഹല്ലേലൂയ. അപ്പോ തന്റെ ഹൃദയത്തിൽ അവരെ വഹിക്കാനുള്ള ഒരു കാരണം അതാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അദ്ദേഹം അവരെ തന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. ആമേൻ. ഇനി എപ്പോഴെല്ലാം അവരെ വഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എപ്പോഴൊക്കെ വഹിച്ചിരുന്നു? ഇൻ മൈ ചെയിൻസ്, എന്റെ ബന്ധനങ്ങളിലും. പ്രൈസ് ഗോഡ്. എനിക്ക് എന്നെ ചങ്ങലക്കിട്ടപ്പോ, എന്നെ അറസ്റ്റ് ചെയ്ത് ഹാൻഡ് കപ്സ് ഇട്ടപ്പോഴേക്കും ഞാൻ നിങ്ങളെ മറന്നുപോയെന്നല്ല, എന്റെ ചങ്ങലയിലും ഞാൻ നിങ്ങളെ മറന്നുപോയില്ല, എന്റെ ഹൃദയത്തിൽ ഞാൻ വഹിച്ചിരുന്നു. പ്രൈസ് ഗോഡ്. പിന്നെ ഇൻ ദ ഡിഫൻസ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ പ്രതിവാദത്തിൽ. സുവിശേഷത്തിന്റെ പ്രതിവാദത്തിൽ എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ അവരുടെ മതങ്ങൾ വിട്ട് പുറത്തു വരാനായിട്ട് ഇങ്ങനെ ഉപദേശിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? അതിന് അദ്ദേഹം പ്രതിവാദം നടത്തി, സുവിശേഷം കൊണ്ട് പ്രതിവാദം നടത്തി. ഇത് മാത്രമാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കാന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുമെന്ന് തുടങ്ങിയുള്ള ശക്തമായ പ്രസ്താവനകളോടുകൂടെ അദ്ദേഹം സുവിശേഷത്തിന്റെ പ്രതിവാദം നടത്തി. രാജാക്കന്മാരുടെ മുന്നിൽ പോലും നിന്നുകൊണ്ട്, കൈസറുടെ മുന്നിൽ പോലും നിന്നുകൊണ്ട് ധൈര്യമായി, ആമേൻ, ഏത് ജ്ഞാനിയുടെയും മുന്നിൽ നിന്നുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രതിവാദം നടത്താൻ കഴിയുന്ന ആ കൃപ, ആ അറിവ്, ആഴമായ വെളിപ്പാട് പൗലോസ് അപ്പോസ്തലൻ ദൈവം കൊടുത്തിരുന്നു. അപ്പോ ഞാൻ സുവിശേഷത്തിന്റെ പ്രതിവാദം നടത്തുമ്പോഴും നിങ്ങൾ എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, പലയിടങ്ങളിൽ സുവിശേഷത്തിന്റെ പ്രതിവാദം നടത്തുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇത് ചെയ്തത് ഇവരെ കുറിച്ചുകൂടെ ഓർത്തുകൊണ്ടാണ്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ആമേൻ, എവിടെയെങ്കിലും വിട്ടുവീഴ്ച ചെയ്താൽ താൻ സുവിശേഷം അറിയിച്ച് കൃപയിൽ വന്ന ഇവരെ ഉൾപ്പെടെ പൗലോസ് അപ്പോസ്തലൻ കൺഫ്യൂഷനിലാക്കാൻ ഇടയുണ്ട്, അല്ലെ? എവിടെയെങ്കിലും തൽക്കാലം ഞാൻ പറഞ്ഞതെല്ലാം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രൈസ് ലോർഡ്, ആമേൻ, എന്ത് സംഭവിക്കും? താൻ സുവിശേഷം അറിയിച്ച് കൃപയിലേക്ക് കൊണ്ടുവന്നവരെ ഉൾപ്പെടെ, ഈ മനുഷ്യനാണോ ഞങ്ങളെ ഇത്രയും കൺവിൻസ് ചെയ്ത് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്, എന്നിട്ട് പുള്ളി ഇപ്പോ കാലുമാറി എന്ന ഇതിലേക്ക് എത്തിക്കും. അപ്പോ ഓരോ തവണ സുവിശേഷത്തിന്റെ പ്രതിവാദം നടത്തുമ്പോഴും ഫിലിപ്പിയയിലുള്ളവരുൾപ്പെടെ തന്റെ ഹൃദയത്തിലുണ്ട്, തന്റെ മനസ്സിലുണ്ട്, താൻ അവർക്ക് വേണ്ടി കൂടെ, ഇനി വിശ്വാസത്തിലേക്ക് വരാനുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്നവരെ കൂടെ ഓർത്തുകൊണ്ടുകൂടെയാണ് ആമേൻ അവരെ കൂടെ ഹൃദയത്തിൽ വഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പിന്നെ ആമേൻ, സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സുവിശേഷത്തിന്റെ സ്ഥിരീകരണത്തിലും, കൺഫർമേഷൻ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ സ്ഥിരീകരണത്തിലും. ഹല്ലേലൂയ. എന്താ സ്ഥിരീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുവിശേഷം ഒന്നേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. അല്ലാതെ കാലം മാറുന്നതനുസരിച്ച് സുവിശേഷം മാറത്തില്ല. സുവിശേഷത്തിന്റെ സ്വഭാവമോ രീതികളോ അതിന്റെ ആശയത്തിനോ മാറ്റം വരുന്നില്ല. കാലത്തിനനുസരിച്ചോ ദേശങ്ങൾക്കനുസരിച്ചോ സംസ്കാരങ്ങൾക്കനുസരിച്ചോ ശാസ്ത്രം പുരോഗമിക്കുന്നതനുസരിച്ചോ സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നതനുസരിച്ചോ സുവിശേഷത്തിന് മാറ്റമൊന്നും വരുന്നില്ല. ഹല്ലേലൂയ.
ഒന്നാം നൂറ്റാണ്ടിൽ എന്താണോ സുവിശേഷം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചത്, 21-ാം നൂറ്റാണ്ടിലും അത് തന്നെയാണ് പ്രസംഗിക്കുന്നത്. ഇത് കാലം മുന്നോട്ട് പോയാലും കാലഹരണപ്പെടാത്ത സന്ദേശമാണ്. പ്രൈസ് ഗോഡ്. ചില കാലത്തേക്ക് മാത്രം ഉള്ള സന്ദേശങ്ങളുണ്ട്, അത് ചില കാലത്തിന് ചേരും. ആ കാലം കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗശൂന്യമാണ്. ഒരു ഇപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതിനുവേണ്ടി പല ആശയങ്ങൾ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ആ മഹാത്മാഗാന്ധി പറഞ്ഞു കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞു. എന്നാൽ അത് പിന്നെ വേറെ രീതിയിൽ കോൺഗ്രസ് പാർട്ടിയായിട്ട് മാറും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എനിവേ, അതിന്റെ പ്രസക്തി അതോടെ കഴിഞ്ഞു. ഞാൻ കോൺഗ്രസ് പാർട്ടിയല്ല ഉദ്ദേശിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇന്ത്യയെ ഒരുമിച്ച് ചേർക്കാൻ നിന്ന ആ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് പറയുന്നത്, ജനതയെല്ലാം ഒരുമിപ്പിച്ച് നിർത്തുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ്. അപ്പോ സ്വാതന്ത്ര്യം ലഭിച്ചതോടെ അതിന്റെ പ്രസക്തി കഴിഞ്ഞു. എന്നാൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം, അന്ന് പ്രോദ്ഘാടനം ചെയ്യപ്പെട്ട സന്ദേശം 21 നൂറ്റാണ്ടുകൾക്ക് ശേഷവും അത് അതുപോലെ തന്നെ നിലകൊള്ളുന്നു. കാരണം അതിന്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യന്റെ പാപമോചനവും നിത്യമായ രക്ഷയുമാണ്. അതിന് കർത്താവിന്റെ വരവരെയും മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. അപ്പോ ഓരോ പ്രതിവാദത്തിലും അത് ആവർത്തിച്ച് ഉറപ്പിച്ച് സ്ഥിരീകരിച്ച് പ്രസ്താവിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്തത്. ഇത് ചെയ്യുമ്പോഴൊക്കെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിലിപ്പ്യരുൾപ്പെടെ തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല, ഇവരെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കുന്നത് കൊണ്ട്, ബന്ധനത്തിലും ജയിലിൽ കിടക്കുമ്പോഴും സുവിശേഷത്തിന് വേണ്ടി പ്രതിപാദിക്കുമ്പോഴും ഒക്കെ ഓർക്കുന്നത് കൊണ്ട് പൗലോസ് അപ്പോസ്തലന് അവരെ കാണാൻ ഭയങ്കര വാഞ്ചയുണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഐ ലോങ് ഫോർ യു. നിങ്ങളെ കാണാൻ ഞാൻ വാഞ്ചിക്കുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. 8-ാമത്തെ വാക്യം, ക്രിസ്തു യേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചില മാതാപിതാക്കൾക്കൊക്കെ മക്കള് വിദേശത്തോ അല്ലെങ്കിൽ ദൂരെയൊക്കെ പോയിരുന്നാൽ, പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ പിരിഞ്ഞു നിൽക്കുമ്പോൾ, പിള്ളേർക്കും ഉണ്ടാകും, അവരെങ്കിലും മാതാപിതാക്കൾക്കൊക്കെ ഉള്ളിൽ കുറച്ചു നാൾ കഴിയുമ്പോഴേക്കും കൊച്ചിനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്നുള്ള ചിന്ത വരും, അല്ലെ? പ്രൈസ് ഗോഡ്. ഇപ്പൊ പിന്നെ വീഡിയോ കോളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പരിധി വരെയൊക്കെ അത് ബാലൻസ് ചെയ്യാമെങ്കിലും നേരിട്ട് കാണുന്നത് പോലത്തെ ആ സന്തോഷം ഉണ്ടാകത്തില്ലല്ലോ. അപ്പോ അന്ന് ഈ ഒരു ആശയവിനിമയം, ഒരു കത്തയച്ചാൽ പോലും മാസങ്ങൾ എടുത്താണ് അവരുടെ അടുക്കൽ എത്തുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഫിലിപ്പിയ ദൈവസഭയിലെ ദൈവമക്കളെ കുറിച്ച് ഓർക്കുകയും അവരുടെ ആ സുവിശേഷത്തിന് കൊടുക്കുന്ന പിന്തുണയെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും എപ്പോഴും ഇങ്ങനെ ഹൃദയത്തിൽ അവരെ കുറിച്ച് ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട്, മാത്രമല്ല തടവറയിലായിരിക്കുമ്പോഴും അവർ കൊടുത്തുവിട്ട സ്തോത്ര കാഴ്ചയൊക്കെ കൈ കിട്ടിയപ്പോ കണ്ണുനീരോടെ എടുത്തു വെച്ച് സ്തോത്രം പറഞ്ഞിട്ട് അവൻ മനസ്സിൽ ചിന്ത വരും, സ്വാഭാവിക ചിന്ത വരും, ഇത് തന്നു വിട്ട് അവരെ ഒന്നുകൂടെ ഒന്ന് കാണാൻ എപ്പോഴാ പറ്റുന്നത് എന്ന ചിന്ത വരും. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് വിത്ത് ദ അഫെക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുയേശുവിന്റെ ആർദ്രത, നല്ലൊരു മലയാള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആർദ്രത. ആർദ്രത, കമ്പാഷൻ എന്നൊക്കെ നമുക്ക് അർത്ഥമാക്കാൻ കഴിയുന്ന ഒരു പദമാണ് ആർദ്രത. അഫെക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ഗോഡ്. ഇത് ആക്ച്വലി ഇതിനകത്ത് വലിയൊരു ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു ചിന്ത അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു വ്യക്തിയോടുള്ള സ്നേഹം, ഇഷ്ടം ഒക്കെ കൊണ്ട് കാണാൻ വാഞ്ചിക്കുമ്പോൾ അതിനുള്ളിൽ ഡു വി ഹാവ് ദ അഫെക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ജീസസ്, അതോ ജസ്റ്റ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് അവർ ഫ്ലഷ് ആണോ ഉള്ളത്? പ്രൈസ് ഗോഡ്. നമ്മുടെ ജഡത്തിന്റെ അഭിലാഷങ്ങളെ പൂർത്തിയാക്കുക എന്ന ആഗ്രഹമാണോ, അതോ ക്രിസ്തുയേശുവിലുള്ള ആ സ്നേഹമാണോ മറ്റുള്ളവരെ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും? ആ കണ്ണുകളിലൂടെയാണോ, അങ്ങനെ ഒരു കണ്ണിലൂടെയാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹം പറയുക, ഞാനിത് പറയുന്നത് വെറുതെ ഒന്നുമല്ല, മുഖസ്തുതിയൊന്നുമല്ല, പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതിന് ദൈവം തന്നെ സാക്ഷിയാണ്. ദൈവം തന്നെ അത് അറിയുന്നു. ദൈവം തന്നെ എൻ്റെ ഹൃദയത്തെ അറിയുന്നു എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ ഈ വാക്യങ്ങൾ പ്രാധാന്യമുള്ളവയാണെങ്കിലും ഒത്തിരി അതിനകത്ത് നിന്ന് നമ്മൾ ഒത്തിരി ചിന്തിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ ആ ഭാഗങ്ങൾ
സംസാരിച്ചു പോയത്. ഇനി 9-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും. ഞാൻ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം, എങ്കിലേ അത് പൂർണ്ണമാകത്തുള്ളല്ലോ. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഫിലിപ്പിയ ലേഖനത്തിൽ കാണുന്ന പൗലോസ് അപ്പോസ്തലന്റെ ഒരേ ഒരു പ്രാർത്ഥനയാണ് ഈ 3 വാക്യങ്ങൾ. 9, 10, 11 വാക്യങ്ങൾ. എഫേസ് ലേഖനത്തിൽ ഒന്നിലധികം പ്രാർത്ഥനകൾ നമുക്ക് കാണാം. ഈ ലേഖനത്തിൽ തന്നെ പ്രാർത്ഥന എന്നുള്ള പദം നമുക്ക് നേരത്തെ നമ്മൾ കണ്ടു. ആമേൻ, ആമേൻ. 3-ാമത്തെ വാക്യത്തിൽ സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പ്രസന്റ് ടെൻസിലല്ല, അത് താൻ ചെയ്തു പോരുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്നാൽ ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലേഖനം എഴുതുമ്പോൾ താൻ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ കുറിച്ചു വയ്ക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ നടത്തുന്ന ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന ആ സഭയ്ക്ക് എന്ന് മാത്രമല്ല, നമുക്കും നമ്മുടെ സഭയ്ക്കും ഈ കാലത്തിലെ സഭയ്ക്കും പ്രസക്തമാണ്. നോക്കൂ അതിലെ വാക്കുകൾ. നിങ്ങളുടെ സ്നേഹം എന്ത് ചെയ്യണം? വർദ്ധിക്കണം, മേൽക്കുമേൽ വർദ്ധിക്കണം. യുവർ ലവ് മേ അബൗണ്ട്. നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കണം. നമുക്കറിയാം, ദൈവസ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഗാപ്പെ എന്നുള്ള വാക്കാണ്. സഹോദര സ്നേഹത്തിന് ഫിലിയ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഫിലിയ, ഫിലോസഫി എന്നൊക്കെ പറയുന്ന ആശയത്തിലാണ്, അതിൽ നിന്ന് വന്നതാണ് ഫിലിയ. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ, നിർവ്യാജമായ, ദൈവികമായ, പ്രതിഫലം പ്രതീക്ഷിക്കാതെയുള്ള, മറ്റൊന്നും പ്രതീക്ഷിക്കാതെയുള്ള നിസ്വാർത്ഥമായ സ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് അഗാപ്പെ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക്. അഗാപ്പെ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക്. പ്രൈസ് ഗോഡ്. അപ്പോ ഭാഷയിൽ ചില വാക്കുകൾ ചില കോണ്ടെക്സ്റ്റിൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സ്തോത്രം. മലയാളത്തിൽ സ്നേഹം എന്നുള്ളതിന് പല വാക്കുകളുണ്ട്. മലയാളത്തിൽ നമുക്ക് സ്നേഹമെന്ന് പറയാം, ഇഷ്ടമെന്ന് പറയാം, പിന്നെ പ്രിയം എന്ന് പറയാം, പ്രേമം എന്ന് പറയാം. ഇതെല്ലാം സ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വിവിധ വാക്കുകളാണ്. സ്നേഹം എന്നതിന്റെ വിവിധ വാക്കുകളാണ്. പക്ഷേ ചില വാക്കുകൾ പലയിടങ്ങളിൽ ഉപയോഗിക്കാമെങ്കിലും ചില സന്ദർഭങ്ങളിൽ ചില വാക്ക് മാത്രമേ ചേരത്തുള്ളൂ. വേറൊരു വാക്ക്, അതിന് പര്യായ പദങ്ങൾ പലതുണ്ടെങ്കിലും ആ പര്യായ പദങ്ങളിലെ വാക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നതുപോലെ അഗാപ്പെ എന്നുള്ള ദൈവസ്നേഹത്തെ കാണിക്കുന്ന വാക്ക് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങളിലുള്ള ദൈവസ്നേഹം, നിങ്ങൾ തമ്മിലുള്ള ദൈവസ്നേഹം, നിങ്ങളുടെ അകത്തെ ആ ദൈവസ്നേഹം എന്ത് ചെയ്യണം? വർദ്ധിക്കണം, മേൽക്കുമേൽ വർദ്ധിക്കണം. പ്രൈസ് ഗോഡ്. എന്തൊരു പ്രാർത്ഥനയാണ് അല്ലേ അത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ ആത്മീയ വർധനവിന് വേണ്ടി, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരിരിക്കട്ടെ. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ദൈവത്തോട് അറിയിക്കേണ്ടതുണ്ട്. ദൈവം അത് കേൾക്കുന്നുണ്ട്. ഇനി നമ്മൾ അറിയിക്കുന്നതിന് മുൻപേ ദൈവം അതെല്ലാം അറിയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ അതേക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, ചിലർ പറയാറുണ്ട് എന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഏത് വിധത്തിലാണ് ഈ ആത്മീയ വളർച്ച ഉണ്ടാകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല, വ്യക്തമായ ഒരു ധാരണയില്ല. എന്താണ് ആത്മീയ വളർച്ച? ചിലർ ചിന്തിക്കുന്നത് പ്രവാചകന്മാരും പ്രവാചകന്മാരുമായി തീരുന്നതാണ് ആത്മീയ വളർച്ച. ഞാൻ ടോട്ടലി അതല്ലെന്നല്ല പറയുന്നത്. ആത്മീയ വളർച്ചയുടെ ഭാഗമായി ഇതെല്ലാം ഉണ്ട്. എന്നാൽ ചിലർ ചിന്തിക്കുന്നത് വലിയ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതാണ് ആത്മീയ വളർച്ച എന്നാണ് ചിലർ ചിന്തിക്കുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷേ ആത്മീയ വളർച്ച എന്നതിൽ സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടി വാസ്തവത്തിൽ ഈ കൃപാവരങ്ങൾ രണ്ട് വിധത്തിലാണ്. തൻ്റെ ആത്മീയ അഭിവൃദ്ധിക്കും മറ്റുള്ളവരുടെ ആത്മീയ അഭിവൃദ്ധിക്കും. കൊരിന്ത്യർ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കുതാൻ ആത്മീയ വർധനവ് വരുത്തുന്നു, പ്രവാചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു എന്നെഴുതിയിട്ടുണ്ട്. അപ്പോ തൻ്റെ ആത്മീയ വർധന, മറ്റുള്ളവരുടെ ആത്മീയ വർധന, അതിനു വേണ്ടി നൽകിയിരിക്കുന്നതാണ് കൃപാവരം. മറ്റുള്ളവർക്കും തനിക്കും ആത്മീയ വർധന ഉണ്ടാകാൻ വേണ്ടി. അതിൽ തന്നെ മറ്റുള്ളവർക്ക് മാത്രം ആത്മീയ വർധന ഉണ്ടാകാനുള്ള കൃപാവരങ്ങളുണ്ട്.
പ്രൈസ് ഗോഡ്. കൃപാവരങ്ങളെ കുറിച്ചുള്ള പഠനമല്ലല്ലോ, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഞാൻ ഉറപ്പിച്ചത്, പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ കൃപാവരങ്ങൾ ആത്മീയ വളർച്ചയുടെ അടയാളമെന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു ചെറിയ ഭാഗമേ ആകുന്നുള്ളൂ ഈ കൃപാവരങ്ങൾ പ്രാപിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് ആത്മീയ വളർച്ചയിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ആത്മീയ വളർച്ച സമഗ്രമാകണമെങ്കിൽ, സമ്പൂർണമാകണമെങ്കിൽ, എല്ലാം എല്ലാം ബാലൻസ് ചെയ്താകണമെങ്കിൽ മറ്റു പല മേഖലകളിലും വളർച്ചയുണ്ടാകണം. പ്രൈസ് ഗോഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് നമ്മുടെ ശരീരത്തിൽ ജനനം മുതൽ മരണം വരെ വളരാത്ത അല്ലെങ്കിൽ ഒരേ നിലയിൽ ഇരിക്കുന്ന അവയവമുണ്ട്. അത് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്. ജനിച്ചപ്പോൾ ഉള്ള വലിപ്പമാണ് നമ്മുടെ പ്യൂപ്പിൾ അല്ലെങ്കിൽ ആപ്പിൾ ഓഫ് ദി ഐ. അത് ഇനി മരിക്കുന്നത് വരെയും അതിന് വലിപ്പം മാറുന്നില്ല. കൺപോളയ്ക്ക് കണ്ണിന്റെ അകത്തെ വെള്ളഭാഗമൊക്കെ വളർച്ചയുണ്ടാകാം, ഐ ബോളൊക്കെ വളരാം. പക്ഷേ പ്യൂപ്പിൾ ഓഫ് ദി ഐ അത് ജനിച്ചപ്പോൾ എന്ത് വലിപ്പമാണോ മരണം വരെയും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതേ വലിപ്പം തന്നെയാണ്. അതിന് വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. എന്നാൽ ചില ശാരീരിക അവയവങ്ങൾ നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ച് 20 21 വയസ്സ് വരെയും സ്ത്രീകളെ സംബന്ധിച്ച് 17 18 വയസ്സ് വരെയൊക്കെ ആകുമ്പോൾ ആ വളർച്ച പൂർണ്ണമാകും, അവസാനിക്കും, പിന്നെ വളരത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഉയരം കൂടത്തില്ല, വശങ്ങളിലേക്ക് വളരുമായിരിക്കും, അല്ലെ? വണ്ണം കൂടുമായിരിക്കും, അല്ലാതെ ഉയരം കൂടത്തില്ല. ഓക്കെ, ഈ ഒരുപാട് വണ്ണം കൂടുന്നതും നല്ലതല്ല. ഓക്കെ, ഞാൻ തിരിച്ചു വരട്ടെ. അപ്പോ ആ വളർച്ച നിലയ്ക്കുകയാണ്. അടിസ്ഥാനപരമായി വളർച്ച നിലയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞ കോശങ്ങളുടെ വർധന ഉണ്ടാകുന്നു, പക്ഷേ ശരിക്കായ ജൈവ പ്രക്രിയയിലെ വളർച്ച നിലയ്ക്കുകയാണ്. എന്നാൽ മരണം വരെ വളരുന്ന ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ട്. മെഡിക്കൽ സയൻസ് പഠിക്കുന്നവർക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ടൊക്കെ പറയായിരിക്കും. എനിക്കുള്ള ചെറിയ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്. നമ്മുടെ മൂക്ക് മരണം വരെ വളരുമെന്നാണ്, പക്ഷെ ചെറിയ വളർച്ചയായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇനി വളർച്ച കൂടിപ്പോയാൽ നമ്മൾ തുമ്പിക്കൈയുള്ളവരായി മാറാൻ ഇടയുള്ളത് കൊണ്ട് ദൈവം ഒരു ലിമിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിവേ, അപ്പോ അത് നമുക്ക് മരണം വരെയും മൂക്ക് ചെറിയതായിട്ട് വളരും. അപ്പൊ ജനിച്ചാൽ മരിക്കുന്നത് വരെ ഒരേ വളർച്ചയിലിരിക്കുന്ന, ഒരേ അവസ്ഥയിലിരിക്കുന്ന കണ്ണിന്റെ കൃഷ്ണമണിയും ഒരു പ്രായമാകുമ്പോഴേക്കും വളർച്ച നിലയ്ക്കുന്ന, ഉയരം അവസാനിക്കുന്ന ആ ജൈവ വളർച്ചയുടെ അവസാനവും, അതുപോലെ മരണം വരെ നമ്മുടെ ശരീരത്തിൽ മൂക്ക് വളരുന്നെന്ന് പറഞ്ഞതിൽ വളരുന്ന അവയവവും ഒക്കെ സമ്മേളിച്ചിരിക്കുന്നതാണ്. അപ്പോഴാണ് ഒരു ശരീരം പൂർണ്ണമാകുന്നത്, പൂർണ്ണമായ ഒരു ശരീരം ഉണ്ടാകുന്നത്. എന്നാൽ നമുക്കറിയാം, നമുക്ക് നമ്മുടെ എന്തോ പറയുക, വളർച്ച തുടങ്ങി കുറെ നാൾ കഴിഞ്ഞ് അത് വളർച്ചയുടെ പൂർത്തീകരണത്തിലെത്തുന്നതിന് മുൻപ് ഇടയ്ക്ക് വെച്ച് വളർച്ച നിലച്ചു പോയാൽ അത് വളരെ സങ്കടകരമായ അവസ്ഥ. അങ്ങനെ സംഭവിക്കാറുണ്ട് പോളിയോയൊക്കെ വന്നവർക്ക്. അതുപോലെ പല കാരണങ്ങൾ കൊണ്ടൊക്കെ ചിലരുടെ ശരീരത്തിന്റെ ചില അവയവങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് വളർച്ച നിലച്ചു പോകുന്നവർ, ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള അംഗ വൈകല്യത്തോടുകൂടെ വളർച്ച പൂർണ്ണമാകാതെ ജനിക്കുന്നവർ ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ വിഷമമുള്ള കാര്യമാണ്, സന്തോഷമുള്ള കാര്യമല്ല. എന്നാൽ അവർക്ക് അസാധാരണമായ കഴിവുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ദൈവം കൊടുക്കും. കാണാൻ കഴിയാത്തവർക്ക് നമ്മളെക്കാൾ ഘ്രാണശക്തിയും കേൾവി ശക്തിയും ഒക്കെ കൊടുത്ത് ദൈവം അവരെ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. എന്നിരുന്നാൽ തന്നെയും അതൊരു വിഷമമുള്ള കാര്യമാണ്. മറ്റുള്ളവർ നിറങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് അവർ പ്രകടിപ്പിച്ചില്ലെങ്കിൽ, അതുമായിട്ട് അവർ അടിഞ്ഞു പോയാൽ പിന്നെ അവർക്ക് ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ അതിനെ അതിജീവിച്ച്, അതിനെ ഉൾക്കൊണ്ട് അവർ ജീവിത വിജയങ്ങൾ കൈയടക്കാറുണ്ട്, എല്ലാവരും അല്ലെങ്കിലും. ഞാൻ ഓർപ്പിച്ചത്, നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന വളർച്ച എല്ലാ മേഖലയിലും നമുക്കുണ്ടാകണം, ഒരു മേഖലയിൽ മാത്രമല്ല. വ്യക്തിപരമായി ആത്മീയ വളർച്ചയുണ്ടാകേണ്ട എല്ലാ മേഖലകളിലും നമുക്ക് ആത്മീയ വളർച്ചയുണ്ടാകണം. ചിലർ ശക്തമായ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുമ്പോഴും അവരിലെ ദൈവസ്നേഹം വളരാറില്ല. പ്രൈസ് ഗോഡ്. ദൈവസ്നേഹത്തിൽ കാര്യങ്ങൾ കാണാൻ അവർ കഴിയത്തില്ല. ചിലരില്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ അഹങ്കാരത്തോടുകൂടെ, ഗർവത്തോടുകൂടെ താൻ മഹാനാണ്, മറ്റുള്ളവരെക്കാൾ എന്തോ പ്രത്യേകതയുണ്ട് എന്ന നിലയിലൊക്കെ അവരുടെ ഉള്ളിൽ കടന്നുകൂടുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ അങ്ങനെ ആകരുത്. ഞാൻ അവരെ വിമർശിക്കുന്നു, കുറ്റപ്പെടുന്നു, അതൊക്കെ അവരും ദൈവവുമായിട്ട് തീർക്കട്ടെ, അത് അവരുടെ വിഷയം. പക്ഷെ ഞാൻ ഉൾപ്പെടെ നമ്മളോട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, നമുക്കങ്ങനെ സംഭവിക്കരുത്. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. അവർ ഒരിക്കലും ആ വിഷയത്തിൽ
നമ്മൾ കാണുമ്പോൾ കൃപാവരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ പറയുന്നതും ചെയ്യുന്നതും എല്ലാം ശരിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. അവരെ ആ വിഷയത്തിൽ റോൾ മോഡൽ ആക്കുകയും ചെയ്യരുത്. നമ്മുടെ റോൾ മോഡൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ. എന്നാൽ ഇവിടെ നമ്മൾ വർദ്ധിച്ചു വരേണ്ട, വളരേണ്ട, മേൽക്കുമേൽ വർദ്ധിച്ചു വരേണ്ട ഒരു പ്രധാന കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. നമുക്ക് ഇതേ വാക്യം കർത്താവ് അനുവദിച്ചാൽ അടുത്ത ബൈബിൾ സ്റ്റഡിയിലും തുടരേണ്ടതുണ്ട്. പക്ഷെ ഞാൻ ഇത് മാത്രം പറഞ്ഞിന്ന് എന്റെ വാക്കുകൾ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വർദ്ധിച്ചു വരേണ്ട, വളരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഗാപ്പെ, ദൈവ സ്നേഹം, നിങ്ങളിലുള്ള ദൈവ സ്നേഹം. ഹല്ലേലൂയ. അത് വ്യക്തി ജീവിതത്തിൽ വർദ്ധിച്ചു വരണം, കുടുംബ ജീവിതത്തിൽ വർദ്ധിച്ചു വരണം, ദൈവസഭയിൽ വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. സ്നേഹത്തെക്കുറിച്ച് എഴുതാൻ ഒരു വലിയ പാസേജ് തന്നെ മാറ്റിവെച്ച, പിന്നീടാണ് അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ ആയിട്ട് തിരിച്ചത്. പക്ഷെ ഒരു വലിയ പാസേജ് തന്നെ, 1 കൊരിന്ത്യർ 13-ാം അധ്യായം തന്നെ മാറ്റിവെച്ച ഒരു അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ പ്രാരംഭ ഭാഗങ്ങളിൽ തന്നെ പറയുകയാണ്, നിങ്ങളെ ഞാൻ എപ്പോഴും ഹൃദയത്തിൽ വഹിക്കുന്നു, എന്റെ കൃപയിൽ നിങ്ങൾ കൂട്ടാളികളാണ്, ഞാൻ നിങ്ങളെ ക്രിസ്തുവിന്റെ ആർദ്രതയോടെ കാണാൻ വാഞ്ചിക്കുന്നു, അതിന് ദൈവം സാക്ഷി. ഇങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങൾ അയച്ചു തന്നു. പിന്നീടുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാം, നിങ്ങൾ അയച്ചു തന്ന എനിക്ക് ഗുണമായി, പ്രയോജനമായി. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഡോണ്ട് സ്റ്റോപ്പ് വിത്ത് വെയർ യു ആർ ഇൻ അഗാപ്പെ, ഇൻ ഗോഡ്സ് ലവ്, ഇൻ ഡിവൈൻ ലവ്. ഡു നോട്ട് ബി സാറ്റിസ്ഫൈഡ് in God's love where you are. You have to abound in that. നിങ്ങൾ അതിൽ വർദ്ധിച്ചു വരണം, വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. നമുക്ക് കഴിഞ്ഞ നാളുകളിലായിരുന്ന സ്ഥിതിയിൽ കുറവുകൾ ഉണ്ടായിരിക്കാം. വേണമെങ്കിൽ അങ്ങനെ തന്നെ തുടരാം, ചോയ്സ് നമ്മുടേതാണ്. പക്ഷേ നഷ്ടവും നമുക്ക് തന്നെയായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഞാൻ എന്തൊക്കെ കുറെ ആയി, ഇത്രയും മതി എന്ന് ചിന്തിച്ച് ഐഡിലാകാം. ഇനിയൊരു മുന്നോട്ട് കൂടുതൽ ഇനിയൊന്നും വേണ്ട എന്ന് ചിന്തിച്ച് ആ ദൈവസ്നേഹത്തെ അവിടം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്ലാബിട്ട് മൂടി വയ്ക്കാം. അല്ല, ദൈവം ആഗ്രഹിക്കുന്നതല്ല. ഗോഡ് വാണ്ട്സ് മീ ടു അബൗണ്ട് ഇൻ ഡിവൈൻ ലവ്, ഇൻ ക്രൈസ്റ്റ് ലവ്, ഇൻ ഗോഡ്സ് ലവ്. ഈ ചിന്ത നമ്മെ ഭരിക്കട്ടെ. നമ്മുടെ ഊണിലും ഉറക്കത്തിലും ഇത് നമ്മെ ഭരിക്കണം. ഹല്ലേലൂയ. ദൈവസ്നേഹം നമ്മിലുണ്ടെങ്കിൽ ഏത് കുറവുകളെയും ഏത് ബലഹീനതകളെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും, ക്ഷമിക്കാൻ കഴിയും, കരുതാൻ കഴിയും. മറ്റുള്ളവരുടെ യോഗ്യതകളൊന്നും നോക്കാതെ അവരെ കൈത്താങ്ങാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് ആവശ്യം അതാണ്. ദൈവസഭയ്ക്ക് ആവശ്യം അതാണ്. ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതാണ്. മറ്റെന്തൊക്കെ നമുക്കുണ്ടെങ്കിലും ഈ ഏറ്റവും വലുതെന്ന് പറഞ്ഞിരിക്കുന്ന സ്നേഹത്തിൽ വർദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചിലമ്പുന്ന ചെയ്യില്ല, ചിലമ്പുന്ന കൈത്താളം. ഹല്ലേലൂയ. അങ്ങനെ അധപ്പതിച്ചു പോകാതിരിക്കുവാൻ, പലയിടങ്ങളിലും പലർക്കും സംഭവിച്ച ആ പരാജയം നമുക്ക് ഭവിക്കാതിരിക്കുവാൻ സ്നേഹത്തോടെ, കൃപയോടെ ഞാൻ എൻ്റെ കൂട്ടു സഹോദരങ്ങളോട്, ഞാൻ ഉൾപ്പെടെ ഒന്നുകൂടെ സ്വയം പ്രബോധിപ്പിക്കട്ടെ. ദൈവവചനത്തെ ആസ്പദമാക്കി അപേക്ഷിക്കട്ടെ. നമുക്ക് ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വരാം. പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സായാഹ്നം കൂടെ അവിടെ ഞങ്ങൾക്ക് ദാനമായി തന്നു. തിരുസന്നിധിയിൽ തിരുവഴുത്തുകളുടെ മുൻപാകെ ഞങ്ങൾക്ക് അല്പസമയം ഇരിപ്പാൻ കൃപ തന്നു. ഞങ്ങളെ കേൾപ്പിച്ച വിലയേറിയ ആലോചനകൾക്കും ദൈവശബ്ദത്തിനുമായി സ്തോത്രം. കാൽവരി ക്രൂശിൽ അങ്ങ് ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ചു. ആ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളിൽ നിറഞ്ഞ് മേൽക്കുമേൽ വർദ്ധിച്ചു വരണമെന്ന് ദൈവത്തിന്റെ ആ ഹിതം അപ്പോസ്തലനായ പൗലോസ് അതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളും അതോട് ചേർന്ന് ആ വാചകം, ആ വചനം ഏറ്റെടുത്ത് മേൽക്കുമേൽ ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കൂട്ടായ്മയിൽ പങ്കുചേർന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇനിയും ഈ വചനം ആരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും അത് രൂപാന്തരത്തിന്, അനുഗ്രഹത്തിന് കാരണമാകട്ടെ. മുഴുവൻ മഹിമയും അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ പിതാവേ, ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തേശുവിൽ കാക്കുമാറാകട്ടെ. ആമേൻ.